മസ്റ്റ് ട്രൈ ആയിട്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു വെണ്ടയ്ക്ക ഫ്രൈ ആട്ടോ ഇത്. ഇങ്ങനെ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാൽ വെണ്ടയ്ക്ക കഴിക്കാത്തവർ പോലും കഴിച്ചു കൂട്ടോ, അത്രയ്ക്കും ടേസ്റ്റ് ആട്ടോ. എന്നാ പിന്നെ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ആ ബെൽ ബട്ടണിൽ ഓൾ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തതാണ് ഇതുപോലെ ഈ ഷേപ്പിൽ അത്യാവശ്യം വലുതായി തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കടലമാവും കോൺഫ്ലോറും ഒന്നും ഇല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താലും മതിയാവും കേട്ടോ. വീണ്ടും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ആദ്യം ഇതൊന്ന് ഒന്നങ്ങ് കൈ വെച്ച് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കൈ വെച്ച് അത്യാവശ്യം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. കൈ വെച്ച് തന്നെ അങ്ങ് മിക്സ് ആക്കി ഇതിനെ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം കേട്ടോ. ഇപ്പൊ ഒരു അരമണിക്കൂർ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച് വെണ്ടയ്ക്ക കഷ്ണങ്ങളൊക്കെ അങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഇത് എല്ലാം ഒന്ന് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് ഒട്ടുന്ന പരുവൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അങ്ങ് ശരിയായിക്കോളൂ. അത്യാവശ്യം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതിപ്പോ ഒരു 1/4 ഭാഗത്തോളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇപ്പൊ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് എടുത്ത് മാറ്റി വെക്കാം. വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് മാത്രം ചേർത്താലും മതിയാവും. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് ഒന്നങ്ങ് ഫ്രൈ ചെയ്താൽ മതിയാവും കേട്ടോ. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്നാൽ മതിയാവും. ഇപ്പൊ അത്യാവശ്യം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ പരുവൊക്കെ ആകുമ്പോഴത്തേന് ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ. ഇനി വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഒരു 4 പീസ് വെളുത്തുള്ളി അല്ലി തൊലി ഒന്നും കളയാതെ ഒന്ന് ചതച്ച് ചേർത്തേക്ക് കേട്ടോ. കൂടെ ഒരു 3 പച്ചമുളക് അതിനകത്ത് ചെറിയൊരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് വീണ്ടും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരണം. അതുവരെയും ഒന്ന് വഴറ്റിയാൽ മതിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചേർക്കുന്നില്ല. ഏതാണ്ട് ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഇനി ഇതും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ പണി ഇവിടെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയാൽ മതി. നമ്മുടെ ഫ്രൈ ആക്കി വെച്ച വെണ്ടയ്ക്കയിലോട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ച കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഒക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആട്ടോ. ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ തന്നെ ഇതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇനി ഒരുപാട് റെസിപ്പികളുമായി വീണ്ടും കാണാം.